ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേസ് കിച്ചൺ ബൈ ആര്യ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന റവയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് കിട്ടാൻ കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റീമറിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. കൂടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ചൂടാക്കി കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാവ് ഒഴിച്ച് സ്റ്റീം ചെയ്യേണ്ട പാത്രത്തിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ള 4 ബൗളിലാണ് എടുക്കുന്നത്. നമുക്കിതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ ഓയിൽ പുരട്ടി റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ ഓയിൽ പുരട്ടിയും 4 ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൗൾ നിറയെ മാവ് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 3/4 പരുവത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്നാക്ക് കാണാനും നല്ലൊരു അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ അതാ ഞാൻ സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 ബൗളും സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടും. ഇനി ഞാൻ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിലും ഒരു 3/4 അളവിന് മാവ് ഒഴിച്ച് കൊടുത്ത് ഇതിന് മുകളിലായിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിന് പകരം ഇഡ്ഡലി തട്ടിൽ നേരിട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എണ്ണയിലൊന്നും പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന റെസിപ്പിയാണ്. എന്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വീണ്ടും കാണാം.